ഹായ് ഹലോ, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആട്ടോ. അപ്പം ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ എല്ലാവരും മുഴുവനായിട്ട് കാണണം. അപ്പം നമ്മളിതാ രാവിലെ ദോശ ചുടുക കേട്ടോ. പിന്നെ ചായക്കുള്ള വെള്ളവും വെച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞതാ ചോറിന് തീ കത്തിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അധികം ഇപ്പം ഗ്യാസിലെല്ലാം അധികം അടുപ്പത്ത് തന്നെ കേട്ടോ. കാരണം ഗ്യാസിനൊക്കെ ക്ഷാമല്ല ഗൈസ്. അങ്ങനെ അടുപ്പ് കത്തിച്ചു. അങ്ങനെ ചോറിന് വെള്ളമൊക്കെ വെച്ചു കേട്ടോ. പിന്നെ അതാ നൗഷുക്കാക്ക് തൊട്ടടുത്ത് തന്നെയാണ് പണി. നൗഷുക്ക അതാ പണിക്ക് പോകുന്നു. മോർണിംഗ്, ഗുഡ് മോർണിംഗ്. വാച്ചൊക്കെ ഇട്ടിട്ടോ എൻ്റെ പാച്ച ഉറങ്ങല്. ഞങ്ങൾ റിച്ച് പാർട്ടിയാണ്. വാച്ചൊക്കെ ഇട്ടിട്ട് ഉറങ്ങല് ഇല്ല വാച്ച്. നൗഷുക്ക പോകുന്നു ഗൈസ്. നമ്മുടെ ലച്ചു എണീറ്റിട്ടുണ്ട് കേട്ടോ. ലച്ചു എണീറ്റിട്ട് ഇതാ ബ്രഷും കോൾഗേറ്റൊക്കെ കൈ പിടിച്ചിട്ട് കണ്ണാടി നോക്കി ഡാൻസ് ചെയ്യാല്ലേ ലച്ചു അല്ലേ? എന്താ കോൾഗേറ്റ് പോയോ? എന്താ കേസ്, ഇതാണ് കേട്ടോ നമ്മുടെ ലച്ചു പല്ല് വെച്ചുകൊണ്ടുള്ള പരിപാടി. നമുക്ക് മുറ്റൊക്കെ അടിച്ചു വരാനുണ്ട് കേട്ടോ. അപ്പം നമുക്ക് മുറ്റൊക്കെ അടിച്ച് വാരി വൃത്തിയാക്കി എടുക്കാം ഗൈസ്. അപ്പോഴത്തേക്ക് നമ്മുടെ ലച്ചു പല്ല് തേക്കട്ടെ ഗൈസ്. ഹായ് പറയച്ചു. പിന്നെ ഗൈസ് ഇതാ ഇസ്തിരിയൊക്കെ ഇടുക കേട്ടോ. പിന്നെ സ്കൂളിൽ പോകുമ്പം യൂണിഫോമൊക്കെ ഇസ്തിരി ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ യൂണിഫോമൊക്കെ ഇസ്തിരി ഇട്ടു. പിന്നെ അത് കഴിഞ്ഞിട്ട് മുറ്റടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ നമ്മുടെ മുറ്റത്തിൻ്റെ കോലം. പിന്നെ ഈ സൈഡൊന്നും വലിയ കച്ചറ ഉണ്ടാവില്ല കേട്ടോ. കച്ചറ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വേസ്റ്റ് ഉണ്ടാവില്ല. നമ്മുടെ ഈ സൈഡാട്ടോ, നമ്മുടെ ഈ ചെടികളൊക്കെ ഉള്ള സൈഡാണ് ഭയങ്കരമായിട്ട് ഇങ്ങനെ ചപ്പ് വീഴുക കേട്ടോ. അങ്ങനെ മുറ്റൊക്കെ അടിച്ചു വാരിയാണ്. അങ്ങനെ അതാ മുറ്റൊക്കെ അടിച്ചു വാരി എല്ലാം വൃത്തിയാക്കി എടുക്കാം. അപ്പോഴത്തേക്കും ലച്ചക്കും പാച്ചക്കും ചായ കൊടുക്കണം. പിന്നെ അത് കഴിഞ്ഞ് സ്കൂളിലോട്ട് വിടണം കേട്ടോ. പിന്നെ നൗഷുക്കാക്ക് ഇവിടെ അടുത്താണ് പണി. അപ്പം ഉച്ചക്ക് വരും കേട്ടോ ഫുഡ് കഴിക്കാൻ. അപ്പോഴത്തേക്ക് നമുക്ക് ചോറും കറിയൊക്കെ ആവും വേണം കേട്ടോ. അപ്പോൾ ഇതാ ഗൈസ് മുറ്റൊക്കെ അടിച്ച് എല്ലാം വൃത്തിയാക്കിയിട്ടുണ്ട്. എല്ലാം വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇതൊരു 10 വാ സമയമായി വാ. നമ്മൾ മുറ്റൊക്കെ അടിച്ച് വാരിയിരിക്കുന്നു ഗൈസ്. നമുക്ക് ഉള്ളിൽ ഇഷ്ടംപോലെ പണിയുണ്ട് കേട്ടോ. നമ്മുടെ പാച്ചുതാ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ അടുത്ത ആള് വരുന്നുണ്ട് കേട്ടോ. ഇവിടെ കൊച്ചു ടി വി എപ്പോഴും ഓടിക്കൊണ്ടാണ്. ബാഗ് ഭയങ്കര കനാട്ടോ. ഞാൻ പറഞ്ഞ 2 ബുക്ക് എടുത്ത് പുറത്തോട്ട് വെച്ചോന്ന്. എക്സാം കഴിഞ്ഞ ബുക്ക് കൊണ്ടോണ്ടെന്ന് പറഞ്ഞതാട്ടോ. പക്ഷെ കേൾക്കുന്നില്ല. എല്ലാം കൊണ്ടോണമെന്ന് ലച്ചു. ഇതാ പാച്ചു പോകുന്നുട്ടോ. തൂക്കിയാലോ? കൊറേ ഉണ്ടോ? നല്ല കാനുണ്ടല്ലോ. 5 കിലോ ഉണ്ടാവുമായിരിക്കും. പാച്ചു പോകുന്നു. ഇതാ ലച്ചുട്ടി പോകുന്നു. അതെന്താ എടുക്കുന്നേ? ടാറ്റാ. ഇങ്ങനെ ഗൈസ് കുട്ടികൾ പോയിട്ടോ. സൈക്കിൾ കണ്ടില്ല. വെയിലത്താണുള്ളത്. നമുക്കിത് അങ്ങോട്ട് നീക്കി വെക്കാം.
നമുക്ക് ഉള്ളിൽ കുറേ പണികളുണ്ട് കേട്ടോ. ആദ്യം നമുക്ക് ഈ കൊച്ചു ടി വി അത് ഓഫായപ്പോൾ തന്നെ പകുതി ആശ്വാസം. ഇനി നമുക്ക് ബാക്കിയുള്ള ഒരുപാട് പണികളുണ്ട് ഗൈസ്. അപ്പം നമുക്ക് ബാക്കിയുള്ള പണികൾ എടുക്കാം കേട്ടോ. അപ്പം ആദ്യമായിട്ടാണ് വീഡിയോ കാണണമെങ്കിൽ എല്ലാവരും മുഴുവനായിട്ട് കാണണം, ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഓക്കെ, നമുക്കിതാ അല്ലേ അവിടെയൊക്കെ ഫുള്ളും നിരത്തി വലിച്ചിട്ടിട്ടുള്ളത്. എന്താ ഇപ്പം അലമാരൊക്കെ മടക്ക തുറന്നിട്ടായിട്ടുള്ളത്. സ്കൂളിൽ പോകുമ്പോൾ ഉള്ളൊരു അങ്കാണിത്. പിന്നെ എന്താ ഈ റൂമിൽ ഞാൻ എണീറ്റ പാട് വേഗം വിരിച്ചിട്ടു കേട്ടോ. അപ്പം നമുക്ക് ബാക്കിയുള്ളത് പിന്നെ കാണാം. അപ്പോൾ ഗൈസ് നൗഷിക പണസ്ഥലത്ത് പോയിട്ട് തിരിച്ചു വന്നു കേട്ടോ. നൗഷികാൻ്റെ എന്തോ പണിയായുധം എന്തോ കംപ്ലൈൻ്റ് ആയിട്ട് അത് നേരാക്കാൻ വേണ്ടി പോകുക കേട്ടോ. എന്നെ കുളിച്ച് മാറ്റി നൗഷിക പോയി കേട്ടോ. അപ്പോൾ ഗൈസ് നൗഷിക പോയിട്ടുണ്ട്. പിന്നെ ചൂട് സഹിക്കാൻ പറ്റാവുന്നതിലും അപ്പുറമാണ് ഗൈസ്, ഭയങ്കര ചൂടാണ് കേട്ടോ. നിങ്ങളെ നാട്ടിൽ ചൂടുണ്ടോ? എങ്ങനെ അവസ്ഥ? അപ്പോൾ ഗൈസ് നമ്മുടെ ചോറായിട്ടുണ്ട്, കറിയൊക്കെ ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാ ഗൈസ് ചോറ് ആയിട്ടുണ്ട്. ഇതാ ചോറ്, പിന്നെ നമ്മൾ കുറച്ച് തക്കാളിക്കറി വെച്ചിട്ടുണ്ട്, പിന്നെ നമ്മുടെ പരിപ്പ് കറിയും ഉണ്ട് കേട്ടോ. അപ്പം ഇതാണ് ഇന്നത്തെ ഉച്ചക്കത്തെ സ്പെഷ്യല്. അപ്പോൾ ഗൈസ് അതാട്ടോ ഇന്നത്തെ നമ്മുടെ ഉച്ചക്കത്തെ സ്പെഷ്യല്. ഇന്ന് ഇറച്ചി മീൻ അങ്ങനത്തെ സ്പെഷ്യൽ ഐറ്റംസ് ഒന്നുമില്ല ഗൈസ്. നമ്മളെല്ലാം ചെറിയ രീതിയിൽ കേട്ടോ. പിന്നെ നമുക്കിനി അകത്ത് കുറച്ച് പണിയുണ്ട്, അതും കൂടി നമുക്ക് തീർക്കാം കേട്ടോ. ബാക്കിയുള്ള പണികളൊക്കെ ആയിട്ടുണ്ട്. അപ്പം പണി തീർത്തിട്ട് കാണാം. അപ്പം ഗൈസ് നമ്മുടെ ലച്ചുട്ടി വന്നിട്ട് ഇതാ ചായ കുടിക്കുന്നുണ്ട് കേട്ടോ. അവിടെ കുറച്ച് ക്ലിയർ കുറവാണ്. ചായ കുടിക്കുന്നുണ്ട് കേട്ടോ ലച്ചുട്ടി. ഇത് നമ്മുടെ ഹൈഡിയും ഇവിടെ ഓടിക്കൊണ്ടുണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ് ബേക്കിൽ അലക്കിയിട്ട തുണികളൊക്കെ എടുക്കാൻ വേണ്ടി വന്നതാട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ പുറക് വശം. പിന്നെ അവിടെ നമുക്കാകെ വാഴ മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ ആ തെങ്ങൊക്കെ കാണുന്നത് അടുത്ത വീട്ടുകാരതാണ്. പിന്നെ നൗഷിക്ക് ഇതാ വൈകുന്നേരം കടയിൽ നിന്ന് പൊറോട്ടയും ഗ്രീൻ പീസ് കറിയും വാങ്ങിപ്പിച്ചു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ചു കേട്ടോ. പൊറോട്ട വലിയ തീരെ പോരായിരുന്നു. അപ്പോൾ ഗൈസ് നമ്മുടെ ലച്ചിട്ട് ഇതാ കുളിച്ച് വന്ന് മുഖമൊക്കെ ഒന്ന് തുടച്ച് എല്ലാം സുന്ദരി മണിയാവുന്നുണ്ട് കേട്ടോ. ഓ എൻ്റെ പൊന്നോ, ഇങ്ങോട്ടൊക്കെ അച്ഛമ്മ. ഓ ക്യൂട്ട് ബേബി ലച്ചിട്ടി. ഇന്നത്തെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? ഇങ്ങോട്ട് നോക്കി പറയും. എന്നെ ലച്ചിട്ട് കുളിച്ചതാ, ഉടുപ്പൊക്കെ ഇട്ടിട്ട് അടിയിലൊരു പാൻ്റൊക്കെ ഇട്ടിട്ട് സുന്ദരി ആവുന്നുണ്ട് ഗൈസ്. ഇനി നാളത്തെ ഏത് എക്സാം? അതോ என்ன பண்ணுவே? ഇനി എന്നെ பண்ணுവേ? അപ്പം ഗൈസ് അങ്ങോട്ടൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. നീ ഈ ഷാൾ എന്താക്കുന്നറിയോ? ഈ ഷാൾ ഇവള് ഡാൻസിന് ഇതാക്കുന്ന പോലെ ഇത് കൊടുക്കും കേട്ടോ. എന്നിട്ട് ഈ പാതിരാത്രി വരെ അങ്ങനെ നടക്കും. അതാണ് ഈ പാത്തുമ്മേൻ്റെ പണി. എന്താ പാത്തു? പിന്നെ ചൂട് വെക്കും, രണ്ട് ചൂട് വെക്കും ഡാൻസിൻ്റെ അല്ലേ, രണ്ട് സ്റ്റെപ്പ് അല്ലേ. എന്നാ അവളിത് കെട്ടി കഴിയാട്ടോ. കെട്ടി കഴിഞ്ഞിട്ട് ഇതിപ്പോ എന്നെ വളാട്ട് പഠിപ്പിക്കുന്ന കാര്യം. ലച്ചിട്ട് കാണാൻ സുന്ദരിയായിട്ടുണ്ടല്ലോ. ലച്ചിട്ടി സുന്ദരിയാണല്ലോ. കുളിച്ചതുകൊണ്ടാണോ? ലിപ്സ്റ്റിക്കല്ലോ.
അപ്പം നമുക്ക് ഇവിടെ ബാക്കി ഡാൻസും ഒപ്പനൊക്കെ സ്റ്റേജിൽ വെച്ച് കാണാം ഗായ്സ്. പറ്റും ഗായ്സ്. അപ്പോൾ ഗായ്സ് നമ്മുടെ ലച്ചുട്ടി ഇതാ കുളിയൊക്കെ കഴിഞ്ഞു. ഇതാ ഡാൻസിന് പോകാൻ തുടങ്ങിയതിന് ശേഷം ഈ ഒരു ഷാള് കെട്ടലാട്ടോ ഇപ്പോൾ സ്ഥിരം. ഇതാ ഇപ്പോൾ സൈക്കിളിൽ കളിക്കുകയാണ് ഗായ്സ്. കളിക്ക്. എന്താ പാച്ചുവിൻ്റെ സൈക്കിൾ അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ് ഇപ്പം ഉമ്മ തറവാട്ടിൽ നിന്ന് വന്നിരുന്നു. അപ്പം ഉമ്മ കൊണ്ടു തന്നെ കേട്ടോ. എന്താ പൈനാപ്പിൾ ഉണ്ട്. ഇതും കൊണ്ടുവന്നില്ല കേട്ടോ. ഇത് ഈ പെണ്ണ്. പിന്നെതാ ചിപ്സ്, ഒരു പേരക്ക, പിന്നെ അത് ലച്ചുവിൻ്റെ ഫേവറേറ്റ് ആട്ടോ കുറുമണി, പിന്നെ മല്ലിപ്പൊടി കേട്ടോ. അപ്പം ഇത് കൊണ്ടുത്തന്നതാട്ടോ അമ്മ. ഉമ്മ വന്ന് പോയി ഗൈസ്. നമ്മുടെ ലച്ചു ഇവിടെ ഇതാ മാങ്ങ ഒക്കെ മുറിച്ച് സെറ്റാക്കാണ്. പുളി പുളി വെച്ചോ. ഇതെന്തുമ്മയാ? അപ്പൊ ഗൈസ് ഇപ്പൊ നമ്മള് വൈകുന്നേരമായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഗൈസ് രാത്രി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഒരു പഴുത്ത പപ്പായ ഉമ്മ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അത് മുറിച്ചു പാച്ചുക്ക് കൊടുത്തു. പിന്നെ അതാ ലച്ചുട്ടി പഠിക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ബുക്കിൽ ഉള്ള ചിത്രം അങ്ങനെ നോക്കി വരക്കുക കേട്ടോ. അപ്പം മോൾക്കും ഒരു പപ്പായ കൊടുത്തു, പിന്നെ നൗഷുക്കാക്കും കൊടുത്തു കേട്ടോ. അങ്ങനെ നല്ല മധുരമുള്ള പപ്പായയാണ്. അപ്പം ഇത് ഉമ്മ കൊണ്ടുത്തന്നതായിരുന്നു കേട്ടോ ഇന്നലെ. അപ്പം ഞാൻ ഇന്നലെ ഒരു കഷ്ണം കഴിച്ചു, പിന്നെ ഇന്നൊരു കഷ്ണം കഴിച്ചു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. ഇതാ നമ്മുടെ ലച്ചുട്ടി നല്ല പഠിത്തത്തിലാണ് ഗൈസ്. പാച്ച് അപ്പുറത്തെ റൂമിലിരുന്ന് പഠിക്കുന്നുണ്ട്. പിന്നെ അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ കറി മോര് കറിയാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് നമുക്ക് കൊത്തി വെക്കാം. പിന്നെ നമ്മുടെ ചോറുണ്ട് കേട്ടോ. ഇതാണ് ഇന്നത്തെ രാത്രിയത്തെ കറി.